ലിയാങ് വെങ്ഫെങ് എന്ന 39-കാരനെ തിരയുകയാണ് ഇപ്പോൾ ലോകം. ആഗോള ടെക് തലസ്ഥാനമായ സിലിക്കൺ വാലിയെ പിടിച്ചുകുലുക്കിയ ഒറ്റപ്പേരായി മാറിയിരിക്കുകയാണത്. അമേരിക്കൻ ടെക് ഭീമന്മാരെ ഞെട്ടിച്ച ഡീപ് സീക്ക് എന്ന ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവത്തിന്റെ തലച്ചോറാണ് അയാൾ. ആ ബുദ്ധിയിൽ ഉദിച്ച ഒരു കണ്ടുപിടുത്തം അമേരിക്കൻ ഓഹരി വിപണിയിൽ ഉണ്ടാക്കിയ കുലുക്കം ചെറുതല്ല. $1 ട്രില്യൺ മുൻനിര ടെക് കമ്പനികൾക്ക് 2 ദിവസം കൊണ്ടുണ്ടായ നഷ്ടം. ചിപ്പ് നിർമ്മാണ രംഗത്തെ അതികായരായ എൻവിഡിയയുടെ ഓഹരി മൂല്യം കുത്തനെ കൂപ്പൂത്തി. കമ്പനിക്കുണ്ടായത് $600 ബില്യൺ നഷ്ടം. ഡീപ് സീക്കിന്റെ R1 മോഡൽ ദിവസങ്ങൾക്കകം എല്ലാ AI ചാറ്റ്ബോട്ടുകളെയും മറികടന്ന് ആപ്പിൾ പ്ലേ സ്റ്റോറിൽ 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 2025 ജനുവരി 20 വരെയും ലിയാങ് വെൻഫെങ് മാധ്യമങ്ങൾക്കും ടെക് ലോകത്ത് പോലും അത്ര പരിചിത മുഖമായിരുന്നില്ല. അന്നാണ് ബെയ്ജിംഗിലെ സർക്കാർ ആസ്ഥാനത്തെ ഒരു അടച്ചിട്ട മുറിയിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ കിന്യാങ്ങിന്റെ നേതൃത്വത്തിൽ വെറും 9 പേർ മാത്രം പങ്കെടുത്ത ഒരു സിംബോസിയം സംഘടിപ്പിക്കപ്പെട്ടത്. ആ ചടങ്ങിലെ വിഷയാവതാരകനും മുഖ്യ ആകർഷണവുമായിരുന്നു ലിയ. അക്കാദമിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സർക്കാർ വൃത്തങ്ങളും സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏതാനും കമ്പനികളുടെ തലവന്മാരും മാത്രമായിരുന്നു ചടങ്ങിൽ സംബന്ധിച്ചത്. ഇത്രയും സുപ്രധാന വ്യക്തിത്വങ്ങൾ ഒരു യുവാവിന് ചുറ്റും അത്രയും ആകാംക്ഷയോടെ ഇരിക്കുന്ന ചിത്രങ്ങൾ ചൈനീസ് ചാനൽ CCTV പുറത്തുവിട്ടതോടെയാണ് മാധ്യമങ്ങളും അയാൾ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലാക്കുന്നത്. ലോകത്തെ AI ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു യോഗത്തിൽ ഇയാൻ വെൻഫെങ്. അതെ, ഡീപ് സീക്കിനെ കുറിച്ച് തന്നെ. അതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല ലിയാങ്. അഭിമുഖങ്ങൾക്കും നിന്നുകൊടുക്കാറില്ല. ആകെ ഒരു ചൈനീസ് മാധ്യമത്തിന് മാത്രമാണ് 2025 ആരംഭം വരെയും അയാൾ അഭിമുഖം നൽകിയിട്ടുള്ളത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ലോകം ആകാംക്ഷയോടെ തിരിയുന്ന പേരായി മാറി. ചൈനീസ് ഭരണകൂടത്തിന്റെ അംഗീകാരത്തോടെയാണ് കഴിഞ്ഞയാഴ്ച ഡീപ് സീക്കിന്റെ ഏറ്റവും പുതിയ AI ചാറ്റ്ബോട്ട് മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. ഇതിനു മുന്നോടിയായി ഡീപ് സീക്കിന്റെ രംഗപ്രവേശം ടെക് രംഗത്ത് എങ്ങനെ ചൈനയുടെ കുതിപ്പിനിടയാക്കുമെന്ന് വിശദീകരിക്കുകയായിരുന്നു ലിയാങ്. 2024 പ്രമുഖ ചൈനീസ് ടെക് കമ്പനിയായ ബെയ്ഡുവിന്റെ CEO റോബിൻ ലീയും സമാനമായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ സംസാരിച്ചിരുന്നു. അമേരിക്കയുടെ ഓപ്പൺ AIക്ക് കീഴിലുള്ള ChatGPTക്ക് വെല്ലുവിളി ഉയർത്തി 2023 മാർച്ചിലാണ് ബെയ്ഡു തങ്ങളുടെ AI ചാറ്റ്ബോട്ടായ എർണി ബോട്ട് അവതരിപ്പിക്കുന്നത്. ChatGPTയുടെ അനുകരണമാകില്ല, പുതിയ AI വിപ്ലവമായാണ് ചൈന വരുന്നതെന്ന് അന്ന് റോബിൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആ വിപ്ലവവുമായി ഇപ്പോൾ രംഗം കീഴടക്കിയിരിക്കുന്നത് ലിയാങ് വെൻഫെങ് എന്ന ചെറുപ്പക്കാരനാണ്. സ്മാർട്ട് ഫോൺ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ മിക്ക രംഗങ്ങളിലും വിദേശ കണ്ടുപിടുത്തങ്ങളെ ആശ്രയിച്ചിരുന്ന ചൈനയ്ക്ക് പുതിയ വഴി വെട്ടിയിരിക്കുകയാണ് ഡീപ് സീക്ക്. ദക്ഷിണ കിഴക്കൻ ചൈനീസ് പ്രവിശ്യയായ ഗ്വാങ്യോങ്ങിൽ ഒരു അധ്യാപക ദമ്പതികളുടെ മകനായാണ് ലിയാങ്ങിന്റെ ജനനം. 80കളിലും 90കളിലും വിപണി മൂലധനത്തിന്റെ ഉയരങ്ങളിലേക്ക് ചൈന കുതിക്കുമ്പോൾ അതിനു മുന്നിൽ ഗ്വാങ്ഡോങ് ഉണ്ടായിരുന്നു. അന്ന് നാട്ടിലെല്ലാവർക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചിന്തയെന്ന് അഭിമുഖത്തിൽ ലിയാങ് പറയുന്നുണ്ട്. എന്നാൽ തന്റെ സമപ്രായക്കാരുടെ പൊതു മനോഭാവത്തിൽ നിന്നും മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ലിയാങ്ങിന്റെ തീരുമാനം. ഹാങ്ഷോയിലെ സെജിയാങ് സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് ലിയാങ്. ഇതേ സർവകലാശാലയിൽ നിന്ന് 2010 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. പിന്നീടാണ് സ്വയം സംരംഭത്തിലേക്ക് തിരിയുന്നത്. 2015 സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഹെഡ്ജ് ഫണ്ടിന് രൂപം നൽകി. 2021 അവസാനമാകുമ്പോഴേക്കും 100 ബില്യൺ യുവാൻ, ഏകദേശം 1,19,384 കോടി രൂപയായിരുന്നു ഇവരുടെ നിക്ഷേപ സമാഹാരം. 2023 ഏപ്രിലിൽ തങ്ങളുടെ വരുമാനം നിക്ഷേപ വ്യവസായത്തിന് പുറത്തേക്ക് ഇറക്കുകയാണെന്ന് ലിയാങ്ങും കൂട്ടുകാരും പ്രഖ്യാപിച്ചു. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGIയുടെ പര്യവേഷണമായിരുന്നു അടുത്ത പദ്ധതി. 1 മാസം കഴിഞ്ഞ് ഡീപ് സീക്ക് രൂപം കൊള്ളുകയും ചെയ്തു. ടെക് രംഗത്ത് അമേരിക്കയെ മറികടന്ന് ലോകത്ത് 1ാം സ്ഥാനത്തേക്ക് ചൈനയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടുത്തത്തെക്കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് 2024 ജൂലൈയിൽ ചൈനീസ് മാധ്യമമായ വേവ്സിന് നൽകിയ അഭിമുഖത്തിൽ ലിയാങ് പറഞ്ഞത്. കഴിഞ്ഞ 30 വർഷവും ചൈനീസ് ടെക് വ്യവസായത്തിന്റെ പ്രധാന ശ്രദ്ധയും പണമുണ്ടാക്കുന്ന കാര്യത്തിലായിരുന്നു. നവീനമായ കണ്ടെത്തലുകളെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രം അത്തരം കണ്ടെത്തലുകൾ ഉണ്ടാകില്ല. അതിന് ആകാംക്ഷയും പുതിയത് സൃഷ്ടിക്കാനുള്ള അഭിവാജ്ഞയും വേണമെന്നും ആ അഭിമുഖത്തിൽ ലിയാങ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നും മറ്റുള്ളവരെ പിൻപറ്റി മുന്നോട്ടു പോകുന്ന രീതി ചൈനയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗം മറികടക്കുമെന്ന് അന്നേ ലിയാങ് പറഞ്ഞിരുന്നു. ചൈനയുടെയും അമേരിക്കയുടെയും AIകൾ തമ്മിൽ 1-2 വർഷത്തെ അന്തരമുണ്ട്. മൗലികതയും അനുകരണവും തമ്മിലുള്ള മാറ്റമാണ് അതിലെ ഏറ്റവും വലിയ വ്യത്യാസമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെയാണ് പതിവ് രീതിയിൽ നിന്നും മാറി ആപ്പ് നിർമ്മാണത്തിൽ ഡീപ് സീക്ക് അത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നത്. പകരം ഓപ്പൺ AI വെല്ലുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ നിർമ്മിക്കാനായിരുന്നു തങ്ങളുടെ വിഭവങ്ങളും ഗവേഷണവും അത്രയും കമ്പനി ചെലവിട്ടത്. ചൈനയിലെ ഉന്നത സർവകലാശാലകളിൽ നിന്നുള്ള PhD ഗവേഷകരാണ് ഡീപ് സീക്കിന്റെ കരുത്ത്.
AI നേരിടുന്ന വലിയ വെല്ലുവിളികൾ മറികടക്കുകയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം. ലോകത്തെ ഏറ്റവും കഠിനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന കമ്പനിയുടെ ലക്ഷ്യം തന്നെയാണ് ഇത്രയും മികച്ചൊരു ഗവേഷക സംഘത്തെ തങ്ങളിലേക്ക് ആകർഷിച്ചതെന്നും ലിയാങ് പറയുന്നുണ്ട്. അങ്ങനെയാണ് മുൻനിര കമ്പനികൾ കോടികളുടെ മുതൽ മുടക്കിൽ നിർമ്മിച്ച AI ചാറ്റ് ബോട്ടുകളിലും മികച്ചൊരു മോഡൽ അവരുടെ പാതി പോലും ചെലവില്ലാതെ ഡീപ്സീക്ക് യാഥാർത്ഥ്യമാക്കിയത്. തങ്ങളുടെ AI മോഡലിനെ എല്ലാവർക്കും ഉപയോഗിക്കാനും കൂടുതൽ വികസിപ്പിക്കാനും സഹായിക്കുന്ന തരത്തിൽ ഓപ്പൺ സോഴ്സ് ആക്കിയും എല്ലാവരെയും ഞെട്ടിച്ചു ഡീപ്സീക്ക്. OpenAI ഉൾപ്പെടെയുള്ള അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികളെല്ലാം തങ്ങളുടെ മോഡൽ രഹസ്യങ്ങൾ പുറത്തുവിടാതെ സൂക്ഷിച്ചു വെക്കുമ്പോഴാണിതെന്ന് ഓർക്കണം. സോഴ്സ് പൂട്ടിയിട്ടാലും OpenAI മറികടന്ന് മറ്റുള്ളവർ മുന്നിൽ വരുമെന്നും ഓപ്പൺ സോഴ്സ് മാതൃക പിന്തുടരുന്നവർക്ക് കൂടുതൽ കരുത്താവുകയുള്ളൂവെന്നും ലിയാങ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ കൂടുതൽ ശക്തമായ AI മോഡലിനെ മറ്റ് AI കമ്പനികൾ സബ്സ്ക്രിപ്ഷനോടെ നൽകുന്ന ഫീച്ചറുകൾക്കപ്പുറമുള്ള സങ്കേതങ്ങളോടെ സൗജന്യമായി ലോകത്തെവിടെയുമുള്ള മനുഷ്യർക്കായി ലഭ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡീപ്സീക്ക്.